ഹായ് മക്കളവരെ, എല്ലാവരും പഠിക്കുന്നുണ്ടോ? ക്ലാസ്സിലൊക്കെ വർക്കൊക്കെ ഒത്തിരി തന്നു വിടുന്നതല്ലേ? അപ്പോഴേ നമുക്ക് ബേസിക് സയൻസിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം. ലീവ്സിൻ്റെ ഒക്കെ അറേഞ്ച്മെൻറ്റും ഒക്കെ പഠിച്ചു. അടുത്ത് 19ാമത്തെ പേജിലുള്ള ബിഹൈൻഡ് ദ ലീഫി ഗ്രീൻ. ദ ലീവ്സ് ആർ ഗ്രീൻ ഇൻ ജനറൽ. ഇലകൾ കൂടുതലായിട്ട് ഏത് കളറാണ്? ഗ്രീൻ കളറാണ് അല്ലേ? ബട്ട് യു മോസ്റ്റ് ഓൾസോ ഹാവ് നോട്ടീസ്ഡ് മൾട്ടി കളേർഡ് ലീവ്സ്. നമ്മൾ പക്ഷേ പല കളറിലുള്ള ലീവ്സിനെയൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? കളക്ട് ഡിഫറെൻറ്റ് കളേർഡ് ലീവ്സ് ഫ്രം യുവർ സറൗണ്ടിങ്സ്. നമ്മുടെ ആ ഏരിയയിലുള്ള, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള പല കളറിലുള്ള ലീവ്സിനെ കളക്ട് ചെയ്യുക. റബ് ദ കളക്റ്റഡ് ലീവ്സ് ഓൺ എ ബ്ലോട്ടിംഗ് പേപ്പർ. ബ്ലോട്ടിംഗ് പേപ്പറിൽ എന്നിട്ട് അത് റബ്ബ് ചെയ്യുക. എക്സാമ്പിൾ നോക്കാം. സ്പിനാച്ചിൻ്റെ കളർ എന്താ? റെഡ് കളർ. അതിന് ബ്ലോട്ടിംഗ് പേപ്പറിൽ ഒന്ന് ഉരച്ച് നോക്കുമ്പോഴോ ഗ്രീൻ കളറായിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ കലേഡി എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രീൻ കളറിലും റെഡ് കളറിലും പിങ്ക് കളറിലും വൈറ്റ് കളറിലും ഒക്കെ ഉണ്ട്. അതിന് ബ്ലോട്ടിംഗ് പേപ്പറിൽ നോക്കുകയാണെങ്കിലോ ഗ്രീൻ കളറാണ് കാണുന്നത്. ഇനി കോളിയസ് എന്ന് പറയുന്ന പ്ലാന്റ് റെഡും യെല്ലോ കളറും ഒക്കെ, അതിനെയും നമ്മൾ ബ്ലോട്ടിംഗ് പേപ്പറിൽ നോക്കുകയാണെങ്കിൽ ഗ്രീൻ കളറാണ്. പിന്നെ റിയോ പ്ലാന്റ് പർപ്പിളും വൈറ്റ് കളറുമാണ്, അതും ഗ്രീൻ കളറാണ്. ഗോൾഡൻ പോത്തോസ് യെല്ലോ കളറാണ്, പക്ഷെ അത് ബ്ലോട്ടിംഗ് പേപ്പറിൽ നോക്കുമ്പോൾ ഗ്രീൻ കളറായിട്ട് കാണാം. ഇതിൽ നിന്ന് എന്താ മനസ്സിലായേ? ക്ലോറോഫിൽ ഈസ് ദ ഗ്രീൻ പിഗ്മെൻറ്റ് ഇൻ ലീവ്സ്. ലീവ്സിലെ ഗ്രീൻ പിഗ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ക്ലോറോഫിൽ. Diversity in color. Observe the biodiversity garden in your school. Can you see flowers and leaves in different color? You have seen that the reason for the green color is chlorophyll, haven't you? What are the pigments that cause other colors? നമ്മൾ പഠിച്ചു ലീഫിൻ്റെ ഗ്രീൻ കളറിന് കാരണം ക്ലോറോഫില്ലാന്ന് പഠിച്ചു. ഇനി വാട്ട് ആർ ദ പിഗ്മെൻറ്റ്സ് ദാറ്റ് കോസ് ദ അതർ കളർ? മറ്റു കളേഴ്സിനുള്ള പിഗ്മെൻറ്റ് നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദ ടേബിൾ. കളർ. റെഡ് കളറിൻ്റെ പിഗ്മെൻറ്റ് ഏതാണ്? റെഡ് കളറിന് കാരണമായിട്ടുള്ള പിഗ്മെൻറ്റ് ഏതാണ്? ആന്തോസയാനിൻ. ഇനി ഓറഞ്ച് കളറിന് കാരണമായിട്ടുള്ള പിഗ്മെൻറ്റ് ഏതാണ്? കെരോട്ടീൻ. യെല്ലോ കളറിന് കാരണമായിട്ടുള്ള പിഗ്മെൻറ്റ് സാന്തോഫിൽ. ക്യാരറ്റില്ലേ, ക്യാരറ്റിലൊക്കെ കാണപ്പെടുന്നത് കളർ ഏതാണ്? ഓറഞ്ച് കളറല്ലേ ക്യാരറ്റ്? അതിലുള്ള പിഗ്മെൻറ്റ് ഏതാണ്? കെരോട്ടീനാണ്. ഗേഷ്യസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. Did you understand that carbon dioxide is the gas used for photosynthesis? കാർബൺ ഡയോക്സൈഡ് ആണ് ഫോട്ടോസിന്തസിസിന് പ്ലാന്റ്സ് ഉപയോഗിക്കുന്ന ഗ്യാസ് എന്ന് പഠിച്ചു. Which of these gases are used by living organism for respiration? ലിവിങ് ഓർഗാനിസം ശ്വസിക്കാൻ വേണ്ടിയിട്ട് ഏതാണ് ഉപയോഗിക്കുന്നത്? ഓക്സിജൻ ആണ് ഉപയോഗിക്കുന്നത്. ഈസ് ദെയർ ഓൺലി കാർബൺ ഡയോക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ? ആ കുഞ്ഞ് ചിന്തിക്കുന്നുണ്ടോ കാർബൺ ഡയോക്സൈഡ് മാത്രമായാൽ എന്തോ പറ്റും? ലുക്ക് അറ്റ് ദ ഇലസ്ട്രേഷൻ ഷോയിങ് ദ എമൗണ്ട് ഓഫ് ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മൾ ഒരു സർക്കിൾ എന്നുണ്ടോ, ആ സർക്കിളിൽ എന്തുണ്ട്? നൈട്രജനാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഗ്യാസ്. പിന്നെ ഓക്സിജന് അത് കഴിഞ്ഞിട്ടുണ്ട്. കാർബൺ ഡയോക്സൈഡ് കുറച്ച് എമൗണ്ട്, ആർഗൺ കുറച്ച് എമൗണ്ട്, അത് മറ്റ് ഗ്യാസസ് കുറച്ചുണ്ട്. ലിവിങ് തിങ്സ് ബ്രീത്ത് ടു ഗെറ്റ് എനർജി. എന്തിനാ നമ്മൾ ശ്വസിക്കുന്നത്? എന്തിനാ? എനർജിക്ക് വേണ്ടിയിട്ട്. ഡോണ്ട് യു തിങ്ക് ദാറ്റ് പ്ലാന്റ്സ് ഓൾസോ നീഡ് എനർജി? പ്ലാന്റ്സിന് എനർജി ആവശ്യമല്ലേ? ഷുഡൻറ്റ് റെസ്പിറേഷൻ ടേക്ക് പ്ലേസ് ഇൻ പ്ലാന്റ്സ് ടു ഒബ്റ്റെയിൻ എനർജി? എനർജി കിട്ടാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സ് ശ്വസിക്കുന്നുണ്ടോ? യെസ്, റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻ പ്ലാന്റ്സ് ടു. പ്ലാന്റ്സിൽ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. ശ്വസനം എവിടെയും നടക്കുന്നുണ്ട്? പ്ലാന്റ്സും ശ്വസിക്കുന്നുണ്ട് കേട്ടോ. മറ്റ് ജീവികൾ മാത്രമല്ല, പ്ലാന്റ്സും ശ്വസിക്കുന്നുണ്ട്. ആ ലിവിങ് ബീങ്സ് യൂസ് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ. എല്ലാ ജീവനുള്ള വസ്തുക്കളും, ചെടി ഉൾപ്പെടെ എല്ലാ ജീവനുള്ള വസ്തുക്കളും ഓക്സിജനാണ് ശ്വസിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. ആസ് എ റിസൾട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഓക്സിജൻ റെസ്പിറേഷന് ശ്വസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന വാതകം പുറത്ത് വിടും. ആനിമൽ റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ്. ജന്തുക്കൾ, ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും.
Carbon dioxide produced as a result of respiration by plants is used for photosynthesis during daytime. പകൽ സമയത്ത് ഫോട്ടോസിന്തസിസ് നടക്കത്തില്ലേ, പ്രകാശ സംശ്ലേഷണം നടക്കത്തില്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ഈസ് ഓൾസോ യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ അവർ സ്വീകരിക്കും. എയർ എൻറ്റേഴ്സ് പ്ലാന്റ്സ് ത്രൂ ദ ലീവ്സ്. എയർ എങ്ങനെയാണ് പ്ലാന്റ്സിൽ എത്തുന്നത്? നമ്മൾ നേരത്തെ മുതലേ പഠിക്കും, ഓക്സിജൻ പുറത്തു വിടും, കാർബൺ ഡൈ ഓക്സൈഡ് അത് സ്വീകരിക്കും എന്നെല്ലാം പഠിച്ചല്ലേ. ഇനി എങ്ങനെയാണ് എയർ ഇതിൻ്റെ അകത്ത് എത്തുന്നത്, ചെടിക്കകത്ത് എത്തുന്നത്? ലെറ്റ് us examine whether there is any special parts in the leaves for this. ലീഫിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള പാർട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒബ്സർവ് ദ ലീഫ് ലെയർ ഇൻ എ മൈക്രോസ്കോപ്പ് ആൻഡ് ഡ്രോ ഇറ്റ് ഇൻ സയൻസ് ഡയറി. സ്കൂളിൽ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ ലീഫിനെ ടീച്ചേഴ്സ് കാണിച്ചു തരും കേട്ടോ. എന്താ ഈ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ? എ മൈക്രോസ്കോപ്പ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ടു മാഗ്നിഫൈ തിങ്സ് ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് ദ നേക്കഡ് ഐസ്. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ മാഗ്നിഫൈ ആയിട്ട് കാണപ്പെടുന്ന, വലുതായിട്ട് കാണിച്ചു തരുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഏത്? microscope. These microscopic pores in the leaves are known as stomata. ആ ലീഫിൻ്റെ മൈക്രോസ്കോപ്പിൽ കൂടെ കണ്ട ഒരു സംഭവം, ഒരു ചെറിയ കുഞ്ഞു ദ്വാരങ്ങളുണ്ട് അല്ലേ. ഓരോ ലീഫിലും കുഞ്ഞു ദ്വാരങ്ങളുണ്ട്. ഈ ദ്വാരങ്ങളെയാണ് സ്റ്റൊമേറ്റ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ത്രൂ ദീസ് പോസ് അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ദ പ്ലാന്റ്സ്. അറ്റ്മോസ്ഫിയറിക്കിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിലെ ചെടിയിലേക്ക് എത്തുന്നതും ഓക്സിജൻ പുറത്തു വിടുന്നതും അല്ലെങ്കിൽ ഓക്സിജൻ ചെടിയിലേക്ക് എത്തുന്നതും ഒക്കെ ഏത് പോർ വഴിയിട്ടാണ്? സ്റ്റൊമേറ്റ എന്ന് പറയുന്ന ഈ പോർ വഴിയിട്ടാണ്. ഓക്സിജൻ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ഓൾസോ റിലീസ്ഡ് ത്രൂ ദീസ് പോർസ്. നമ്മൾ പറഞ്ഞു, ഫോട്ടോസിന്തസിസിലൂടെ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പുറത്തുവിടുന്നത് എവിടെ കൂടെയാണ്? ഈ സ്റ്റൊമേറ്റ എന്ന് പറയുന്ന പോറിൽ കൂടെയാണ്. 22-ാം പേജിലെ ആദ്യത്തെ പടം നോക്കിയേ. ഡേ ടൈമിൽ ചെടികളിൽ ഫോട്ടോസിന്തസിസ് നടക്കും, റെസ്പിറേഷനും നടക്കും. പക്ഷേ ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് അവർ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചിട്ട് ഓക്സിജനെ പുറത്ത് വിടും. റെസ്പിറേഷനാ ഓക്സിജനെ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടും. രാത്രി സമയങ്ങളിൽ റെസ്പിറേഷൻ മാത്രമാണ് നടക്കുന്നത്. ആ സമയത്ത് ഓക്സിജനെ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് വിടും. അതുകൊണ്ടാണ് നമ്മൾ പറയാറുണ്ട്, രാത്രി സമയങ്ങളിൽ ചെടികളുടെ ഇടയിലൊന്നും ചെന്ന് കിടക്കരുതെന്ന് പറയാറുണ്ട്. കാരണം അവർ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് ഒത്തിരി ചെടികളുടെ കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഓക്സിജൻ്റെ ലഭ്യത കുറയുമെന്ന് പറയാറുണ്ട് കേട്ടോ. ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ്. ഡു ഓൾ ദ പ്ലാന്റ്സ് മേക്ക് ഫുഡ്? എല്ലാ പ്ലാന്റ്സും ഫുഡ് പ്രിപ്പയർ ചെയ്യുമോ? നമുക്ക് നോക്കാം. ഐ ആം മാംഗോ ട്രീ. ഒരു മാംഗോ ട്രീ കൊടുത്തിട്ടുണ്ടല്ലേ. ഐ മൈസെൽഫ് പ്രിപ്പയർ ദ ഫുഡ് ഐ നീഡ്. എനിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് മാംഗോ ട്രീ പറയുക. അതിൻ്റെ തൊട്ട് താഴെ നോക്കിയേ, ഒരു ചെടി കാണാം അല്ല, വാണ്ട. ഐ ആം വാണ്ട. ഐ മൈസെൽഫ് പ്രിപ്പയർ ദ ഫുഡ് ഐ നീഡ്. വേണ്ട എന്ന് വെച്ചാൽ മരവാഴ കേട്ടോ. മരത്തിൽ തന്നെ പിടിച്ചിരിക്കുന്ന ഒരു വാഴയാണ് വേണ്ട. ബട്ട് ഐ നീഡ് എ പ്ലേസ് ടു ഗ്രോ. എനിക്ക് ഫുഡ് ഞാൻ തന്നെ ഉണ്ടാക്കും, പക്ഷേ എനിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്, വളരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു സ്ഥലം വേണം. ട്രീയിലൊരു സ്ഥലം വേണം. പക്ഷേ മാംഗോ ട്രീക്കോ ഒരു സ്ഥലവും വേണ്ട, അത് ഭൂമിയിൽ നിന്നോളും. പക്ഷെ വേണ്ടയ്ക്ക് എന്ത് ചെയ്യണം? ഒരു സ്ഥലം വേണം, ഫുഡ് അത് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യും. ഐ ആം ലൊറാന്തസ്. I also prepare my own food, but I absorb water and mineral from this plant. ലൊറാന്തസ്. ഇത്തിള് നമ്മളെല്ലാം കണ്ടിട്ടുണ്ടല്ലേ. ഇത്തിള് പറയാ, എൻ്റെ പേര് ലൊറാന്തസ് ആണ്, ഞാനും സ്വന്തമായിട്ട് ഫുഡ് ചെയ്യണം. പക്ഷേ ഞാൻ വാട്ടറും മിനറൽസും ഞാൻ ഏത് ചെടിയിലാണോ ഇരിക്കുന്ന ആ ചെടിയിൽ നിന്ന് സ്വീകരിച്ചാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഐ ആം കസ്കറ്റ. എന്ന് വെച്ചാൽ ഫുഡില്ലാത്ത ആളി. ഐ ഡു നോട്ട് പ്രിപ്പയർ ഫുഡ്. എനിക്ക് ഫുഡൊന്നും പ്രിപ്പയർ ചെയ്യാൻ വയ്യ. ഐ അബ്സോർബ് ദ ന്യൂട്രിയൻസ് ഐ നീഡ് ഫ്രം ദിസ് പ്ലാന്റ്. എനിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് എല്ലാം ഞാൻ ഇരിക്കുന്ന ചെടിയിൽ നിന്ന് വലിച്ചെടുത്തോളും. യു ഹാവ് ഒബ്സർവ് ദ കോൺവെർസേഷൻ എമംഗ് ദ മാംഗോ ട്രീ, ലൊറാന്തസ്, കസ്കറ്റ ആൻഡ് വാൻഡ. ഹാവൻറ്റ് യു?
വിച്ച് ഓഫ് ദീസ് പ്ലാന്റ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്? സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണ്? മാംഗോ ട്രീ ആരെ ആശ്രയിക്കത്തില്ല, അത് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും. വേണ്ട, സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, പക്ഷെ അതിന് ഒന്ന് താമസിക്കാനായിട്ട് സ്ഥലം ആവശ്യമാണ്. ലൊറാന്തസിനോ, അത് മറ്റൊരു ചെടിയുണ്ട്, അത് വലിച്ചെടുക്കുന്ന വെള്ളവും വളവും ഒക്കെ ഉപയോഗിച്ച് സ്വന്തമായിട്ട് ഫുഡ് ചെയ്യും. കസ്കറ്റയോ ഒന്നും ചെയ്യത്തില്ല, മടിയന്മാരാ, അവർ ഇരിക്കുന്ന ചെടിയിൽ നിന്ന് എല്ലാം വലിച്ചെടുക്കും. ദീസ് പ്ലാന്റ്സ് ഗെറ്റ് ദ സൺലൈറ്റ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ് ഇൻ ദ സെയിം വേ. മാംഗോ ട്രീക്ക് എങ്ങനെയാണോ സൺലൈറ്റും കാർബൺ ഡൈ ഓക്സൈഡും ലഭിക്കുന്നത്, അതുപോലെ തന്നെയാണ് ലൊറാന്തസിനും കസ്കറ്റയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ വാൻഡയ്ക്കും ഒക്കെ ലഭിക്കുന്നത്. ഹൗ അബൌട്ട് വാൻഡ ആൻഡ് ലൊറാന്തസ്? ലൊറാന്തസും വാൻഡയും എന്താണ്? വാൻഡയാണെങ്കിൽ നമ്മൾ വാൻഡയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. വാൻഡയ്ക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ വേണ്ടി, മരവാഴയ്ക്ക് അതിന് നിന്നാൽ മാത്രം, ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് സ്പേസ് വേണ്ടത്. ഡോണ്ട് യു സീ 2 types ഓഫ് റൂട്ട്? നോക്കിയേ, അതിൽ 2 ടൈപ്പ് റൂട്ടുണ്ട്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദീസ് റൂട്ട്? വേർ ഡു ദ തിക്ക് വൈറ്റ് റൂട്ട് ഗ്രോ ടു? ഈ വാൻഡയ്ക്ക് 2 തരത്തിലുള്ള റൂട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ദ സ്മാൾ റൂട്ട്സ് ഹെൽപ്സ് ദ വാൻഡ ടു ഗ്രോ ബൈ ക്ലിങ്ങിങ് ഓൺ ടു ദ ട്രീ. ആ ട്രീയിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റൂട്ടാണ് ആ സ്മാൾ റൂട്ട്. ദ തിക്ക് റൂട്ട്സ് അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചറൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് തിക്ക് റൂട്ട്. ദേ ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ് പ്ലാന്റ്സ് ഓൺലി ഫോർ ഹാബിറ്റാറ്റ്. താമസിക്കാൻ വേണ്ടി മാത്രമാണ് അത് ഹോസ്റ്റ് പ്ലാന്റിന്. അത് ഈ ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഏത് പ്ലാന്റിനെയാണോ ആശ്രയിച്ചിരിക്കുന്ന പ്ലാന്റ്, അതിനെയാണ് ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇപ്പം അത് വേണ്ട ഏത് പ്ലാന്റിലാണോ ഇരിക്കുന്നത് അതിനെയാണ്, ആ പ്ലാന്റിനെയാണ് ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത്. ആ പ്ലാന്റിന് താമസിക്കാൻ വേണ്ടി മാത്രമാണ് അത് ആശ്രയിക്കുന്നത്. സച്ച് പ്ലാന്റ്സ് ആർ കാൾഡ് എപ്പിഫൈറ്റ്. ഈ പ്ലാന്റ്സിനെയാണ് എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഓർക്കിഡ്സ് ആർ എക്സാമ്പിൾ ഓഫ് എപ്പിഫൈറ്റ്സ്. ഓർക്കിഡും എപ്പിഫൈറ്റിന് എക്സാമ്പിളാണ്. കൂടാതെ ഫേൺസും എപ്പിഫൈറ്റിന് എക്സാമ്പിളാണ് കേട്ടോ. എപ്പിഫൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? ദ പ്ലാന്റ്സ് ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ് പ്ലാന്റ്സ് ഓൺലി ഫോർ ഹാബിറ്റാറ്റ്. താമസിക്കാൻ വേണ്ടി മാത്രമായിട്ട് ആശ്രയിക്കുന്ന പ്ലാന്റ്സിനെയാണ് എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓർക്കിഡ്, വാൻഡ, ഫേൺസ്. ക്യാൻ ദ ഗ്രോത്ത് ഓഫ് എപ്പിഫൈറ്റ്സ് ഹാം ദ ഹോസ്റ്റ് പ്ലാന്റ്? ഹോസ്റ്റ് പ്ലാന്റിനെ ഹാം ചെയ്യുമോ? ഇല്ല, അത് ഹോസ്റ്റ് പ്ലാന്റ്സിനെ ഹാം ചെയ്യത്തില്ല. ലൊറാന്തസിൻ്റെ റൂട്ട് നോക്കിയേ, അത് റൂട്ട് ആ ചെടിക്ക് ഉള്ളിലോട്ട് പോകുന്നുണ്ടല്ലേ. വേർ ഡു ദെയർ റൂട്ട്സ് ഗ്രോ ടു? റൂട്ട്സ് എവിടെയാണ് പോകുന്നത്? ഉള്ളിലോട്ട് പോകുന്നുണ്ട്. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഫോർ ലൊറാന്തസ് വിത്ത് ദെയർ സ്പെഷ്യൽ റൂട്ട്സ്? ആ സ്പെഷ്യൽ റൂട്ട്സ് ഉള്ളത് കൊണ്ട് ലൊറാന്തസിന് ഉള്ള ബെനിഫിറ്റ് എന്താണ്? ലൊറാന്തസ് മേക്സ് ഇറ്റ്സ് ഓൺ ഫുഡ് ബൈ അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽ ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. അത് താമസിക്കുന്ന പ്ലാന്റ്സിൽ നിന്ന് വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്യും. കണ്ടോ, ആ വേര് അബ്സോർബ് ചെയ്യുന്ന കണ്ടോ? വാട്ടറും മിനറൽസും മറ്റ് ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് ഇത്തിള് വലിച്ചെടുക്കും. Therefore, plants like Loranthus are called സെമി പാരസൈറ്റ്സ്. ഈ വാട്ടറും മിനറൽസും വലിച്ചെടുത്തിട്ട് അവർ തന്നെ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും. അതിനെയാണ് സെമി പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലൊറാന്തസ് എന്ന് പറയുന്ന ചെടി സെമി പാരസൈറ്റ്സ് ആണ്. കാരണം അവ താമസിക്കുന്ന ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്തിട്ട് അവർ ഫുഡ് സ്വന്തമായിട്ട് മേക്ക് ചെയ്യും. ഒബ്സർവ് ദ കസ്കറ്റ സ്പ്രെഡ് ഓൺ ദ പ്ലാന്റ്. വാട്ട് കളർ ഈസ് ഇറ്റ്? ഡു യു സീ ദ ലീവ്സ്? കസ്കറ്റ, മൂടില്ലാത്ത ആളി എന്ന് പറയുന്ന ചെടിയെ കണ്ടിട്ടുണ്ടോ? ആ പടത്തിൽ കണ്ടോ? അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കും. അതിൻ്റെ കളർ എന്താണ്? അതിൽ ലീഫ് കണ്ടിട്ടുണ്ടോ? ഇനി കസ്കറ്റ ഫുഡ് പ്രിപ്പയർ ചെയ്യോ? അതിൻ്റെ റൂട്ട് എങ്ങനെയാണ് വളരുന്നത് നോക്കിക്കേ. കസ്കറ്റ പ്ലാന്റിന് ഇലകളില്ല, പക്ഷെ അതിന് എന്തുണ്ട്? റൂട്ട്സ് ഉണ്ട്. ഈ റൂട്ട്സ് എന്ത് ചെയ്യും? അത് വസിക്കുന്ന ഏത് പ്ലാന്റാണോ അതിലേക്ക് ഉള്ളിലോട്ട് കയറിയിട്ട് ആ ചെടിക്ക്, മൂടില്ലാത്ത ആളിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും മറ്റ് ചെടി ചെയ്തു വച്ചിരിക്കുന്ന ഫുഡിനെ ഇത് അടിച്ചു മാറ്റും.
അങ്ങനത്തെ തരം ചെടികളെയാണ് ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. കസ്കറ്റ പ്ലാന്റ്സ് ഹാവ് റൂട്ട്സ് ദാറ്റ് ക്യാൻ അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർവ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? കസ്കറ്റ പ്ലാന്റിൻ്റെ റൂട്ട്സിനുണ്ട്. ദേ ആർ കാൾഡ് ടോട്ടൽ പാരസൈറ്റ്സ്. ഇതിനെയാണ് ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള ചെടികളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു. എപ്പിഫൈറ്റ്, സെമി പാരസൈറ്റ്സ്, ടോട്ടൽ പാരസൈറ്റ്. എപ്പിഫൈറ്റ് അതിന് താമസിക്കാൻ മാത്രം സ്ഥലം മതി. വാണ്ട, ഓർക്കിഡ്, ഫേൺസ് അതൊക്കെയാണ് എക്സാമ്പിൾ. സെമി പാരസൈറ്റ്സ് എന്ന് വെച്ചാൽ അതിന് ആ വാട്ടറും മിനറൽസും ആവശ്യമാണ്, ബാക്കിയൊന്നും വേണ്ട. സ്വന്തമായിട്ട് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഇത്തിള്, ലൊറാന്തസ് അതാണ് എക്സാമ്പിൾ. സാൻഡൽവുഡിലെ ചന്ദനം അതിന് എക്സാമ്പിളാണ് കേട്ടോ. ടോട്ടൽ പാരസൈറ്റ് എന്ന് വെച്ചാൽ മുഴുവൻ ഫുഡും അത് താമസിക്കുന്ന ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നാണ് എടുക്കുന്നത്. അതിന് എക്സാമ്പിൾ കസ്കറ്റയും റെഫ്ലേഷ്യ അറിയാമല്ലോ, ഏറ്റവും വലിയ പൂവുള്ള സസ്യമാണ്. ആ പൂവുള്ള സസ്യം പോലെ മറ്റു ചെടികളെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. അതിനെയാണ് ടോട്ടൽ പാരസൈറ്റ്. അടുത്ത പിക്ചർ നോക്കിയേ. ലിവിങ് ബീങ്സ് ഇൻ നേച്ചർ ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ടു സർവൈവ്. ഒരു ജീവിക്ക് നിലനിൽക്കണമെങ്കിൽ മറ്റൊരു ജീവിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലേ. ലുക്ക് അറൗണ്ട് ആൻഡ് ഫൈൻഡ് മോർ എക്സാമ്പിൾ ഫോർ ദ ഇൻ്റർ ഡിപ്പെൻഡൻസ് ഓഫ് ലിവിങ് ബീങ്സ്. റൈറ്റ് ഡൗൺ യുവർ ഫൈൻഡിങ് ഇൻ യുവർ സയൻസ് ഡയറി. കുറേ എക്സാമ്പിളൊക്കെ നോക്കുക. നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെ. ഈ ചിത്രത്തിൽ നോക്കിയേ, ഈ ഫോക്സിന് നിലനിൽക്കണമെങ്കിൽ ആവശ്യമാണ്? റാബിറ്റിന് ആവശ്യമാണ്. സ്ക്വിറൽ അണ്ണാന് നിലനിൽക്കണമെങ്കിൽ ആവശ്യമാണ്? പ്ലാന്റ്സിന് ആവശ്യമാണ്. മരം കൊത്തിക്ക് നിലനിൽക്കണമെങ്കിൽ വേംസിന് ആവശ്യമാണ്. അങ്ങനെ ഓരോ ജീവികളും പരസ്പരം ആശ്രയിച്ചാണ് കഴിയുന്നത്. അങ്ങനെ ബേസിക് സയൻസിൻ്റെ എല്ലാ പാർട്സും അവസാനിച്ചിരിക്കുക. എല്ലാവരും നല്ലപോലെ പഠിക്കുക. ചാപ്റ്ററിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള വീഡിയോസ് കാണുക. ഉടൻ തന്നെ ഇതിലെ ഫുൾ ക്വസ്റ്റ്യൻ ആൻസറും ഉള്ള ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാവരും അതും വാച്ച് ചെയ്യുക. നല്ലതായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.